ലൈഫിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് അമ്പലത്തിൽ പോകുന്നതും ദൈവത്തിനെ കാണുന്നതും വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് അത് ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോട്ടിലൊന്നും ഒറ്റ മനുഷ്യനില്ല, വേറൊന്നുമല്ല, നട്ടുച്ചയായിട്ടുണ്ടായിരുന്നു. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ വളരെ മുന്നിലായതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങാമെന്ന് പ്ലാൻ ഇട്ടിട്ട് ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഞാൻ ഈ ചുറ്റും നോക്കുന്ന വേറൊന്നുമല്ല, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇൻട്രോവേർട്ട് ഉണ്ടല്ലോ, ഫിൽറ്റർ ഇട്ട് പുകച്ചാണ് നമ്മൾ ഈ പോക്ക് പോകുന്നത്. അങ്ങനെ നേരെ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ടാണ്. രാവിലെ 8 മണിക്ക് റെഡിയായി നിൽക്കണം, നമുക്ക് 8 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അടുത്ത് എത്തുന്നത് 11 മണി കഴിഞ്ഞപ്പോഴേക്കാണ്. അതിൻ്റെ എല്ലാ പരാതിയും അവൾ എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങി തീർത്തു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ നേരെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഐശ്വര്യമാണല്ലേ. അങ്ങനെ ദാ അമ്പലത്തിൽ എത്തി. ഒട്ടും വെയിലും ചൂടും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയൊക്കെ പപ്പടം പൊങ്ങണ പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നടയൊക്കെ തുറന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കാളക്കുട്ടൻ്റെ കഥ എന്തൊക്കെ പറയുന്നതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. ഞങ്ങളൊന്നും പറയാൻ പോയില്ല, കാരണം ഞങ്ങൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ കാള ചിലപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു സങ്കടം എൻ്റെ മുഖത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഫിൽറ്റർ ഇട്ട് പുകച്ചാണ് ഞാൻ എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചൊന്നും മനസ്സിലായില്ല, പക്ഷേ ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. പിന്നെ അടുത്ത് കിട്ടിയ ഓട്ടോയ്ക്ക് പിടിച്ച് ഞങ്ങൾ നേരെ വിട്ടു.